കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ആയപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു നമുക്ക് ക്രിസ്മസിന് ഒരു സിനിമയ്ക്ക് പോകണമെന്ന്. അന്നേരപ്പം ദേണ്ടേ സർവമായ സിനിമ റിലീസായി. അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു, ഇത് നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാകുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കണ്ണു പൊട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു, സിനിമയ്ക്ക് പോയി. സൂപ്പർ സിനിമയായിരുന്നു. ഇപ്രാവശ്യം ഓണമായപ്പോഴത്തേനും അതുപോലെ തന്നെ അമ്മ പറഞ്ഞു ഇപ്രാവശ്യം ഓണത്തിന് നമുക്കൊരു സിനിമയ്ക്ക് പോകണമെന്നിങ്ങനെ പറഞ്ഞു. ദേണ്ടേ നമ്മുടെ ബത്ലഹേം കുടുംബ കൂട്ടായ്മ വന്നു. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നായിരുന്നു. ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കിനും സീറ്റ് മിക്കതും നല്ല സീറ്റുകളെല്ലാം ഫില്ലായിപ്പോയി. എനിക്ക് സിനിമ കാണുവാണെങ്കിൽ നന്നായിട്ട് നല്ല സീറ്റിലിരുന്ന് നന്നായിട്ട് കാണും. അതുകൊണ്ട് തന്ത്രപൂർവ്വം രണ്ടാമത്തെ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്ത് നല്ല സീറ്റ് നോക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വീട്ടുകാരുടെ കൂടുതൽ ബത്ലഹേം കുടുംബ കൂട്ടായ്മ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞു. എന്ത് നല്ല സിനിമയാണോ! ഈ സിനിമ തീർന്നു പോകരുതേന്നിങ്ങനെ ആഗ്രഹിച്ചു പോയി. അമ്മാതിരി സിനിമ. ഇനിയൊരു 2-3 പ്രാവശ്യമെങ്കിലും കൂടെ ഞാൻ പോയി കാണും തോന്നുന്നു. നല്ല സിനിമ. സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു റിവ്യൂ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഓണക്കാലത്ത് ഫാമിലിയോടൊക്കെ ചേർന്ന് കുറച്ച് സമയം ഭയങ്കര സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കൂടി ഈ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണും. നല്ല രസമാണ്, നല്ല രസം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കണ്ട സ്ഥലങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ സിനിമകളിലൊക്കെ വരുമ്പം എനിക്കെന്തോ ഒരു ഭയങ്കര നല്ലൊരു ഫീൽ കിട്ടാറുണ്ട്. ഞാൻ കൊരട്ടിയിലായിരുന്നു. അപ്പം സിനിമ കാണാൻ പൊയ്ക്കൊണ്ടിരുന്ന 2 തിയേറ്ററിൽ, ഒന്ന് ഡി സിനിമാസ്, ഒന്ന് സുരഭി ആയിരുന്നു. സുരഭി തിയേറ്റർ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല രസം. അപ്പോൾ ഞാൻ പേരൻസിൻ്റെ ഒക്കെ എടുത്ത് പറഞ്ഞു, ഞാൻ കൊരട്ടിയിലായിരുന്നു, അപ്പോൾ സിനിമ കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്ന തിയേറ്ററാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അടുത്ത ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നെടുങ്കണ്ടം മിറാക്കിൾസിന് വേണ്ടിയാണ്. ദിലീഷ് പോത്തൻ്റെ ഒക്കെ നെടുങ്കണ്ടം എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക, കാണണമെന്ന് വിചാരിച്ച്.